മൂന്ന് പീസ് അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ ഞമ്മക്കും ഇവിടെ സുഖമായി പോണു. അപ്പം ഇന്നലെ ബറാത്ത് നോമ്പൊക്കെ ഇരുന്നില്ല, ആ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്താ വീഡിയോയിൽ ഞാൻ ഈ പത്തിരിക്ക് പൊടി വാട്ടണത് കുക്കറിലാണ്. എളുപ്പമുണ്ട് കേട്ടോ കുക്കറിൽ പൊടി വാട്ടിയാൽ പത്തിരി ചൂടാൻ. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുന്നുണ്ടോ. വീഡിയോക്ക് ലൈക്കും വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ. എന്താണെന്നറിയില്ല, വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊന്നും അറിയണില്ല. അപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതുണ്ടോ. അപ്പം നമ്മൾ 3 മണിക്ക് അടുക്കളയൊക്കെ അറിയിട്ടുണ്ട്. അപ്പം ഞാനിതൊരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിന് 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിക്കണത്. അപ്പോൾ ആ ക്ലാസ്സിന് തന്നെ ഒരു 2.5 ഗ്ലാസ് വെള്ളം നമുക്ക് കുക്കർക്ക് പാർന്ന് കൊടുക്കുക. അതിക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ പത്തിരി നല്ല മയം കിട്ടും. നിങ്ങൾ ആരേലും കുക്കറിലൊക്കെ പത്തിരിക്ക് പൊടി വാട്ടിക്കണമെങ്കിൽ ഒന്ന് പറയണ്ട കേട്ടോ. നമ്മൾ വല്ലാതെ കുഴച്ചടങ്ങറാവൊന്നും വേണ്ട കുക്കറിൽ പൊടി വാട്ടിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചാൽ നോക്കുമ്പോൾ നമ്മളെ തോക്കിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ 2-3 വട്ടം കത്തിച്ച് നോക്കുമ്പോൾ കത്തി. അങ്ങനെ ഞാനിതാ കുക്കറിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളക്കാൻ വേണ്ടി കണ്ട കുക്കർ മൂടി കൊടുക്കണത് കേട്ടോ. അപ്പം അങ്ങനെ വെള്ളം നല്ലോണം തിളക്കണുണ്ട്. അപ്പം നമുക്ക് ഇനി പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് കുറച്ച് നേരം ഒന്നും ഇങ്ങോട്ട് തിളച്ചോട്ടെ. എന്നിട്ട് നമ്മൾ ചട്ടകം കൊണ്ട് നല്ല ഇളക്കി എടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കുക, എല്ലാ ഭാഗത്തേക്കും വെള്ളം ആവട്ടെ. ഈ പരുവത്തിൽ അങ്ങോട്ട് ആയിട്ടുണ്ട്. വെള്ളം മുക്കിയേക്കേണ്ട ഒന്നും ആവശ്യം ഉണ്ടാവില്ല. കുക്കറിൽ പൊടി വാട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ഞേറൂല കേട്ടോ. ഒക്കെ അതിൽ പാകമായി കിട്ടും. അങ്ങനെ ഞാനിതാ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര നേരം വേണമെങ്കിലും നമുക്ക് കുക്കറിൽ പൊടി വെക്കട്ടെ. ഒരു 1/2 മണിക്കൂർ വെച്ചാലും ആ പൊടി നല്ല ചൂടുണ്ടാവും. അങ്ങനെ അതവിടെ വെച്ചതിൻ്റെ ശേഷം തേങ്ങ ഉടക്കട്ടെ. ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. അപ്പം ഞാൻ ചിക്കൻ കറി വെക്കണത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. തേങ്ങ അരക്കല്ല ചെയ്യണത്. അവിടെ അങ്ങനെ വെച്ചിട്ട് നമ്മളെ ചിക്കൻ ഒന്ന് 2ആയി തിരിച്ചണം കേട്ടോ. എന്താ വെച്ചാൽ കറിയും വെക്കണം, പിന്നെ ചിക്കൻ പൊരിക്കും വേണം. കുട്ടികൾക്ക് നോമ്പുണ്ടാകുമ്പോൾ ഓല് പറയണ മാതിരി തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട്. അപ്പം ഞാൻ ഈ എല്ലൊക്കെ നോക്കിങ്ങാണ്ടാണ് കേട്ടോ പൊരിക്കാൻ വെക്കണത്. ഉണ്ട് കഷ്ണങ്ങളൊക്കെ നമുക്ക് കറിയൊക്കെ ഇടാൻ വേണ്ടിങ്ങാണ്ട് പെറുക്കി വെക്കണം. അങ്ങനെ 2ആയി തരം തിരിച്ചിട്ടുണ്ട്. അപ്പം നല്ല വെള്ളമൊക്കെ വാർന്നിട്ടാണ് ചിക്കൻ 65 മസാല ഉണ്ടല്ലോ അതൊന്ന് കായം കൂട്ടാണ്. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഈ മസാല കൂട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാവൂല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വാർന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഈ മസാല കൂട്ടി കൊടുക്കുന്നത്. ഇതുകൊണ്ട് കൂട്ടുമ്പോൾ പിന്നെ വലിയ ഉപ്പിൻ്റെ മുളകിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല പാകത്തിന് ഉണ്ടാവും. പിന്നെ അതുമല്ല എരി ഉണ്ടാവും കേട്ടോ ഈ മസാല. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ലേശം മല്ലിച്ചപ്പും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും പാടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും പാടെ കൈ വെച്ച് കുഴച്ച് കൊടുത്തിട്ട് ഇനി അവിടെ ഇരിക്കട്ടെ. ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവസാനമാണ് കേട്ടോ നമ്മൾ ചിക്കൻ പൊരിച്ചോളൂ. എരിയും പുളിയൊക്കെ പിടിച്ചോട്ടെ. പിന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ലേശം തൈരൊക്കെ കൂട്ടട്ടെ. നമ്മൾ ഈ മസാല കൂട്ടുമ്പോൾ ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞു. അതിൻ്റെ ശേഷം അതാ ഞാൻ തേങ്ങയൊക്കെ പൂണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ 2 സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്നും ഇങ്ങോട്ട് അടിച്ചെടുക്കുക. ചൂടുവെള്ളം പാർന്ന് കൊടുത്തിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുത്ത് അതിൻ്റെ പാലിങ്ങോട്ട് തിരിച്ചെടുക്കാനാണ് കേട്ടോ. 1-ാം പാല് 2-ാം പാല് എന്ന് പറഞ്ഞിട്ടൊന്നും എടുക്കണില്ല. അപ്പം ഞാനൊരു സീൽ അതിനായിട്ട് വെച്ചിക്കാണ്. നമുക്ക് തേങ്ങാപ്പാൽ പിയ്യാനും അതുപോലെ തന്നെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ചുടാനൊക്കെ വേണ്ടിങ്ങാണ്ട് അടുക്കളയിൽ അതിനായിട്ടൊരു ശീല ഒരളക്കിലിട്ട് വെച്ചിക്കണ്ടൊന്നും നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാലോ. ഞൗത്തൊക്കെ കൊണ്ടുവച്ചാൽ നമുക്ക് എവിടെ വെച്ചു തന്നെ ഓർമ്മ കിട്ടൂല. അങ്ങനെ നല്ല പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1-ാം പാല് 2-ാം പാല് എന്ന് പറഞ്ഞിട്ടൊന്നും എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ചണ്ടി ഒന്ന് കാണിച്ചു തരട്ടെ. ഇനി വെള്ളം പാരൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല അങ്ങോട്ട് തേങ്ങാപ്പാലൊക്കെ പോരും കേട്ടോ. ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവട്ടെ. എന്താ വെച്ചാൽ നമ്മൾ പൂണ്ടിക്കല്ലേ തേങ്ങയുടെ വെള്ള ഭാഗം മാത്രമല്ല ഇട്ട് എടുത്തിക്കണ്. കറിക്കാവുമ്പോൾ അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ നുറുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മോന് പെരയിലുണ്ട്. അപ്പം അതിന് മോനാണ് ഉള്ളിയൊക്കെ നുറുക്കിക്കണ്. അപ്പം ഇനി ചിക്കൻ കറി വെക്കട്ടെ. എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കള അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് പത്തിരി പണിക്ക് നിൽക്കാൻ കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പണിയും ഒരുമിച്ചിട്ടാവുമ്പോൾ ഒരു പണിയും കഴിയൂല. പിന്നെ കുക്കറിൽ അതാണല്ലോ പൊടി വാട്ടി വെച്ചിക്കണ്. അതുകൊണ്ടൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല പുകയുന്നുണ്ട് കേട്ടോ. ലേശം എണ്ണ ഒറ്റിച്ചിട്ട് അതിൽ ഒരു പൊടി ചെറുള്ളി എടുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് വാട്ടിയെടുക്കുകയാണ്. വല്ലാതെ വാടേണ്ടൊന്നും ആവശ്യമില്ല. ചെറുതായിട്ട് ഇങ്ങോട്ട് വാടിയിട്ടുണ്ട്. അതൊന്ന് മാറ്റട്ടെ.
എന്നിട്ട് നമുക്ക് ആ ചട്ടിക്ക് തന്നെ എന്ത് വിചാരിച്ചിട്ടാ നമുക്ക് വെല്ലുള്ളി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് വാടാൻ വേണ്ടിങ്ങാണ്ട് മൂടി വെക്കട്ടെ. എന്നാൽ ഉള്ളി എളുപ്പം വാടി കിട്ടും. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുങ്ങാണ്ടിരിക്കുമ്പോൾ ഉള്ളി വാടൂല കേട്ടോ. അപ്പോൾ തീ കുറച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും. അങ്ങനെ വാടിയതിൻ്റെ ശേഷം ഇതാ 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരുപാട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടി കിട്ടും കേട്ടോ. അത് വാടുമ്പത്തിന് നമ്മൾ ചെറുള്ളി ഉണ്ടല്ലോ ഒന്ന് വാട്ടിയെടുത്തിട്ട് അതും ഒരു 2-3-4 വെളുത്തുള്ളി പോണിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ലേശം വെള്ളവും പാർന്ന് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. കറി കുറുക്കം കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. കാരണം ഇവിടെ ഇന്നുണ്ട് അതുകൊണ്ട് ഇട്ടതാണ്, എപ്പോഴൊന്നും ഇടയിലില്ല. അങ്ങനെ ഇതാ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരച്ച് വെച്ചത് അതിക്ക് പാർന്ന് കൊടുക്കണം കേട്ടോ. പാർന്ന് കൊടുത്തിട്ട് ആദ്യം മസാല ഇട്ട് കൊടുക്കുക. അതൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്നും ഇങ്ങോട്ട് വാട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. ആ മസാല ഇതാ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എണ്ണയിൽ വാട്ടിയെടുക്കണം കേട്ടോ. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പെയ്ക്കോട്ടെ. അങ്ങനെ എല്ലാതും പോയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം പാർന്ന് കൊടുക്കണം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ ലേശം വെള്ളമാക്കി പാർന്ന് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് ഇളക്കിയതിൻ്റെ ശേഷം ഇതാ നമ്മളെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കിഴങ്ങുംപാടെ കൂട്ടുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിക്കൻ കുറച്ച് കമ്മിയുണ്ട്. പിന്നെ കിഴങ്ങിട്ട് കൊടുത്താൽ ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് കൂടുകയും ചെയ്യും. പിന്നെ നാളേക്കൊക്കെയുള്ള കറിമ്പാട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങിട്ട് കൊടുക്കുമ്പോൾ എന്താ ചെയ്തിക്കണെന്ന് വെച്ചാൽ തോലൊന്നും കളഞ്ഞിട്ടില്ല. തോല് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങോട്ട് ഉടഞ്ഞ് വരും. നമുക്ക് കിഴങ്ങായിട്ട് വേറെ ഇങ്ങോട്ട് കിട്ടൂല. അതിനാണ് തോല് കളയാതെ ഇട്ടിക്കണത്. കുറച്ച് വലിയതാക്കിയിട്ട് തന്നെ ഇടുക കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ പാകത്തിന് പാർന്ന് കൊടുത്തിട്ട് ഇതാ ഒന്ന് മൂടി വെക്കട്ടെ കേട്ടോ. മൂടി വെച്ച് ഒരു തള വരുമ്പോൾ നമുക്ക് അതിക്ക് തേങ്ങാപ്പാലും പാട് ഒഴിച്ച് കൊടുക്കണം. ഇറച്ചി ഒന്നും ഇങ്ങോട്ട് വേവണമല്ലോ. കാരണം ഒരു ഹാഫ് വേവെങ്കിലും ആയിട്ടേ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ കുറേ നേരമൊന്നും അടുപ്പത്തിട്ട് തിളക്കാൻ പറ്റൂല കേട്ടോ നമ്മളെ കറി. അങ്ങനെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തേങ്ങാപ്പാലുണ്ട്. ലേശം വെള്ളമൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ബാക്കിയുണ്ടെങ്കിലും നമുക്ക് പത്തിരിയും കറിയും നാളെ രാവിലെ എടുക്കാച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണത്. പത്തിരി മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴൊന്നും ഞാൻ ഉണ്ടാക്കലില്ല. അങ്ങനെ കറിയൊക്കെ നല്ലോണം തിളക്കുമ്പോൾ അത് ലേശം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി ഒന്നും ഇങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്കൊന്നുകൊണ്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് തൂമിച്ച് പറന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി തൂമിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ചൊയും ചൂരൊക്കെ വേറെ ടേസ്റ്റാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാതും മോറി വെച്ചു. ഇനി അടുക്കളയിൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി തരിക്കഞ്ഞി ഉണ്ടാക്കണം. അപ്പം നമ്മൾ കുക്കറത്തെ പൊടിയൊക്കെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. ഉണങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ ചെമ്പട്ടിയിലൊക്കെ പൊടി വാട്ടുമ്പോൾ അതൊരു ഉണക്കം വരും. അപ്പം ഞാൻ ചെറുതായി ഒന്ന് കുഴച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് പൊടി കണ്ടില്ല. നിങ്ങൾ നല്ല മയം വെച്ചിട്ടുണ്ട്. പൊടിച്ചാൻ വേണ്ടിങ്ങാണ്ട് ലേശം വെളിച്ചെണ്ണ അവിടെ ആക്കിങ്ങാണ്ട് പെട്ടെന്ന് ഉരുള് പൊടിച്ചാൻ വേണ്ടി ഇങ്ങനെ പൊട്ടിച്ചിടാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പ്രസ്സുമ മാത്രമേ ഇന്ന് പരത്തണുള്ളൂ. അല്ലാതെ പലമ്മയൊന്നും ആക്കിങ്ങാണ്ട് പരത്താൻ നിൽക്കണില്ല. പ്രസ്സിൻ്റെ വട്ടത്തിൽ തന്നെ ഇത് പരന്ന് കിട്ടും കേട്ടോ. കുക്കറിൽ ഞാൻ 2ാമത്തെ വട്ടാട്ടോ പൊടി വാട്ടണത്. ഉരുള നല്ല കയ്യിലിട്ട് നല്ല ഉരുളാക്കുക കേട്ടോ. നല്ലപോലെ ആക്കുക. എന്നാലേ നമ്മളെ പത്തിരിയുടെ വട്ടം ഇങ്ങോട്ട് ശരിയായി കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പ്രസ്സൊക്കെ എടുത്തിട്ട് ഇതാ ഒന്നും ഇങ്ങോട്ട് അമർത്തി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഒന്നും ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പ്രസ് ഇതാ ചില പ്രസ്സുമ അമർത്തിയാലും ഇങ്ങോട്ട് അമർന്ന് കിട്ടൂല. എൻ്റെ പ്രസ്സുമ അമർത്തിയാൽ നല്ല പരന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ചിലവരൊക്കെ അങ്ങനെ പറയലുണ്ട്. കണ്ടില്ല നിങ്ങൾ പത്തിരി നമ്മളെ കയ്യിൽ വെച്ചാൽ നല്ല നൈസ് പത്തിരി ആയിട്ടുണ്ട്. നല്ല മഴ ഉണ്ടാവട്ടെ. നല്ല പൊള്ളക്കണമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കുക്കറിൽ പൊടി വാട്ടി കൊണ്ടു. ഇനി കുറേ നേരം വെച്ചാലും നമ്മളെ പൊടിക്കൊരു കുഴപ്പം വരില്ല. പത്തിരി നല്ലപോലെ ആയി കിട്ടും ചെയ്യും കേട്ടോ. നമ്മൾ ചിക്കൻ കറിയൊക്കെ എളുപ്പത്തിന് വേണ്ടിങ്ങാണ്ടല്ലേ നമ്മൾ കുക്കറിൽ വെക്കണ്. അതുപോലെ തന്നെ പത്തിരിയും പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. കുക്കറിൽ വാട്ടിയാൽ ഈ കനുള്ളൂ നമ്മളെ പത്തിരി. കനുണ്ട് എന്നൊന്നും നിങ്ങൾ കരുതണ്ട. നല്ല നൈസ് പത്തിരി ആയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിയൊക്കെ നല്ല തട്ടി കൊട്ടിങ്ങാണ്ട് ഒന്ന് അട്ടിയിട്ട് കൊടുക്കുക. അത് അപ്പം തന്നെ ചെയ്യാണ് നല്ലത്. നമ്മൾ പൊടിയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പ്ലേറ്റിക്ക് വെച്ചാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അതൊക്കെ കൈമ അങ്ങനെ പൊടിക്കും. അങ്ങനെ ഞാനിതാ ചട്ടി 2 ആയിക്കാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വലിയ ചട്ടി വെച്ചാൽ ചൂടായി കിട്ടൂലാച്ചിട്ടാണ്. പിന്നെ ഞാൻ അതിനായിട്ട് തിരിച്ച് പൊടിപ്പിച്ചാന്ന് പറഞ്ഞു ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ അധികം അങ്ങനെ തന്നെയാണ് ഗ്യാസുമ്മ തന്നെ കേട്ടോ പണിയെടുക്കൽ. കണ്ടില്ല നിങ്ങൾ പത്തിരിയൊക്കെ നല്ല പൊള്ളായി വരുന്നുണ്ട് കേട്ടോ.
ഏകദേശം പത്തിരി ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പത്തിരി നല്ല ചൂടാറിയിട്ട് വേണം നമ്മൾ അടപ്പില്ല പാത്രത്തിൽ ഇട്ടേക്കാൻ. നല്ല വിയർപ്പോടുക്കനെ ചൂടോടുക്കനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റന്നാക്കൊക്കെ നമ്മളെ പത്തിരി ഒന്ന് കേടേരും കേട്ടോ. എത്ര നോക്കിയാലും കാര്യമില്ല, അത് ആ ചൂടിൻ്റെ വിയർപ്പൊക്കെ തട്ടിങ്ങാണ്ട് അങ്ങനെ കേടേരും. അപ്പം ഞാൻ 2-3-4 പാത്രത്തിലാക്കിങ്ങാണ്ട് ഇങ്ങനെ വെച്ച് വെച്ചിരിക്കുകയാണ്. അടപ്പിലൊരു പാത്രത്തേക്ക് ഇട്ട് വെച്ചിക്കണം, മൂടി വെച്ചിട്ടില്ല. അങ്ങനെ പത്തിരി ചട്ടി ഇതാ സിങ്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിൽ തന്നെ ഞാൻ ദോശ ചുടിട്ടോ. ആ പുളി ദോശയും അതുപോലെ നെയ് റോസ്റ്റൊക്കെ ചുടാൻ പറ്റിയ ചട്ടിയാണ് ഇട്ടത്. അങ്ങനെ ഞാൻ റേക്കുമ്മൊക്കെ ലേസം വെള്ളം പാർന്ന് അവിടെ വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് പുതിർന്നോട്ടെ. ഇനി തരിക്കഞ്ഞി ഉണ്ടാക്കണം. ഒക്കെ നേരത്തെ കഴിച്ചാട്ടോ. ഭയങ്കര ക്ഷീണമാണ് കേട്ടൊന്ന്, എന്താണെന്നും അറിയില്ല. അങ്ങനെ തരിക്കഞ്ഞിക്ക് വണ്ടിങ്ങാണ്ട് ലേസം ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു. അണ്ടി മുന്തിരി ആദ്യം ഒന്ന് നെയ്യിൽ ഇങ്ങോട്ട് വറുത്തെടുക്കട്ടെ കേട്ടോ. ഇവിടെ മുന്തിരി ഇട്ടാൽ പറ്റൂല, ഞാൻ എന്നാലും ലേസം മുന്തിരി ഇട്ടിക്കണം. ബാബുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്തിരി ഇട്ടത്. ഞമ്മക്ക് അണ്ടിപ്പരിപ്പേ പറ്റൂ. ആ നെയ്യിൽ തന്നെ നമുക്ക് സേമിയനൊന്ന് വറുത്തെടുക്കട്ടോ. സേമിയം വല്ലാതെ ചോക്കാൻ പറ്റൂല, അപ്പം നമ്മളെ തരിക്കഞ്ഞിയുടെ കളറ് മാറും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തരിക്കഞ്ഞി. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ആ ചട്ടിക്ക് ഇതാ നെയ്യൊക്കെ തന്നെ ലേസം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തോനൊന്നും ഇടുന്നില്ല കേട്ടോ. ഉള്ളിയുടെ ചുവയ്ക്ക് വാണ്ടിങ്ങാണ്ട് ചെറിയ പൊട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പത്ത് ഇതാ പാലും വെള്ളമൊക്കെ പാകത്തിനാക്കി വെച്ചെടുത്തുക. അതിക്ക് ആ നെയ്യും ഉള്ളിയും പാടെ അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം പാകത്തിന് ഇട്ട് കൊടുത്ത് ഒന്നിട്ട് തിളക്കട്ടെ. അപ്പത്തിന് നമുക്ക് അപ്പുറത്തെ അടുപ്പത്ത് ഇറച്ചി ഒന്ന് പൊരിച്ചാൻ വെക്കാണ്ട് കായം കൂട്ടി വെച്ചിരുന്നല്ലേ നമ്മൾ ചിക്കന്, അതൊക്കെ ഒന്ന് അട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നല്ല തള വരുന്നുണ്ട്. അപ്പം നമുക്ക് സേമിയനെ ആദ്യം ഇട്ട് കൊടുക്കുക. സേമിയന് കുറച്ച് വേവ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും വേവാൻ വേണ്ടിങ്ങാണ്ടാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അങ്ങനെ കുറച്ച് വേവായതിൻ്റെ ശേഷം പിന്നെ ഇട്ട് കൊടുക്കണത്. റവ തോനൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം പോലെ ആകുമ്പോൾ ആ തരിക്കഞ്ഞി രസം ഉണ്ടാവുള്ളൂ, കുറുകിയ മാതിരി ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പരുവത്തിലാണ് നമ്മൾ തരിക്കഞ്ഞി വെക്കൽ. അങ്ങനെ അത് മാങ്ങി വെച്ച് ഇന്നത്തെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാരങ്ങ വെള്ളം കലക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടുണ്ട്, പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ തരിക്കഞ്ഞി ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തരിക്കഞ്ഞി അത്രക്കും ഇഷ്ടമാണ്. പിന്നെ നോലും പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചായ കുടിച്ചിട്ടില്ല, നമ്മൾ തരിക്കഞ്ഞും വെള്ളം കുടിച്ചും. പിന്നെ ഇന്നലത്തെ മധുര പലഹാരം ഒന്ന് കാണിച്ചു തരാം. ഇതാ ഉണ്ണിയപ്പാണ് കേട്ടോ, നല്ല ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പാണ്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇതിൻ്റെ മുന്നേ എടുത്തിരുന്നു കേട്ടോ, അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിഞ്ഞ് നോൽമ്പറക്കുമ്പോഴത്തല്ലേ ഒരു വീഡിയോ പാട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കലക്കി ഇങ്ങനെ പാർന്നിരിക്കുകയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വെള്ളം പാരുമ്പോൾ ബാങ്ക് കൊടുക്കാൻ. പിന്നെ ആ നേരത്തെ പിന്നെ ഇതാ ഞങ്ങൾ തരിക്കഞ്ഞി പാടെ കുടിച്ചിട്ടുള്ളൂ, പിന്നെ ഒന്നും കുടിച്ചിട്ടില്ല. പിന്നെ ഇഷാ ഒക്കെ നിസ്കരിച്ചപ്പോൾ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ കുറേ നേരം കടന്ന് പിന്നെ ഒരു 9 മണിക്കാണ് നമ്മൾ ചായ കുടിക്കണത് കേട്ടോ. ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കും, പിന്നെ തിന്നാലൊന്നും പോവില്ല. ഭയങ്കര ക്ഷീണിച്ചാലും പോലെ വല്ലാത്തൊരു ക്ഷീണമാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ക്ഷീണം ഉണ്ടായിരുന്നു അല്ലയെന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഭയങ്കര തല്ലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തുക. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.